ഹായ്, എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ ജനറൽ PSC ചാനലിലേക്ക് സ്വാഗതം. ഞാൻ സഞ്ജയ്. ഇപ്പോൾ നമുക്കറിയാം ബിവസ്കോ LD പോലുള്ള പോസ്റ്റുകൾക്ക് എന്തുണ്ട്, ഒരു പ്രിലിമിനറി എക്സാം ഉണ്ട്. ആ പ്രിലിംസ് ക്ലിയർ ആയെങ്കിൽ മാത്രമേ നമുക്ക് മെയിൻസ് എഴുതാനായിട്ട് സാധിക്കുകയുള്ളൂ, അല്ലെ? അപ്പോൾ നമ്മുടെ പ്രിലിംസ് എക്സാം ക്ലിയർ ചെയ്യണമെങ്കിൽ എത്രത്തോളം നന്നായിട്ട് നമ്മൾ അതിന് പ്രിപ്പയർ ചെയ്യണം, ഏതെല്ലാം ഭാഗങ്ങൾക്ക് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം, അതേപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സിലബസിലെ ഏറ്റവും ആദ്യം പഠിച്ചു തീർക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയാസ് ഏതൊക്കെയാണ് എന്ന് പലർക്കും സംശയമുണ്ട്. കാരണം ആദ്യമായിട്ട് പ്രിലിംസ് എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥികളുണ്ട്, അല്ലെ? ചിലപ്പോൾ പ്രിലിംസ് എഴുതുന്ന ഉദ്യോഗാർത്ഥികളുണ്ട്. അപ്പൊ എല്ലാവരും ആദ്യം പഠിച്ചു തീർക്കേണ്ട അല്ലെങ്കിൽ സിലബസിൽ ആദ്യം കവറപ്പ് ചെയ്യേണ്ട ടോപ്പിക്കുകൾ ഏതെല്ലാമാണ്, എങ്ങനെ പ്രിലിംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്ക് നേരെ എന്ത് ചെയ്യാം, വീഡിയോയിലൊക്കെ അടക്കാം. അപ്പൊ നോക്കിക്കൊള്ളുക, പ്രിലിംസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഏറ്റവും ആദ്യം പഠിച്ചു തീർക്കേണ്ട ടോപ്പിക്കുകൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ടോപ്പിക്കുകളാണ് ഏറ്റവും ആദ്യം ഒരു പ്രിലിംസ് ക്രാക്ക് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥി ഏറ്റവും ആദ്യം പഠിച്ചു തീർക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഓരോന്നും നോക്കാം. ആദ്യം നോക്കിക്കൊള്ളുക, ശാസ്ത്ര സാങ്കേതിക മേഖല, കല, സാംസ്കാരിക മേഖല. ഈ ഒരു ഏരിയയിൽ നിന്ന് ശാസ്ത്ര സാങ്കേതിക മേഖലയും കലാ സാംസ്കാരിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് സാധാരണഗതിയിൽ കറണ്ട് അഫയേഴ്സ് റിലേറ്റ് ചെയ്ത ചോദ്യങ്ങളാണ് പൊതുവെ കയറി വരുന്നത്. അപ്പോൾ നിങ്ങളെ കറണ്ട് അഫയേഴ്സ് പഠിക്കുമ്പോൾ, അല്ലെ, ഒരു കടല് പോലെ കറണ്ട് അഫയേഴ്സ് പഠിക്കാതെ ചോദ്യം വരുന്ന ഏരിയാസ് മനസ്സിലാക്കി കറണ്ട് അഫയേഴ്സ് പഠിക്കുക. ഏത് ഈ പറയുന്ന ശാസ്ത്ര സാങ്കേതിക മേഖലയാണെങ്കിലും കലാ സാംസ്കാരിക മേഖലയാണെങ്കിലും ഇതിൽ നിന്ന് പൊതുവെ സാധാരണഗതിയിൽ എന്ത് വരാം, കറണ്ട് അഫയേഴ്സ് റിലേറ്റ് ചെയ്ത ചോദ്യങ്ങളാണ് കയറി വരുന്നത്. അതല്ലാതെ ഈ കലയുമായിട്ട് ബന്ധപ്പെട്ട് സാധാരണ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന PYQs പ്രിലിംസിൽ കാണാറുണ്ട്. അടുത്ത നമുക്ക് നോക്കാം, ദേശീയ പ്രസ്ഥാനങ്ങൾ, അല്ലെ? ദേശീയ പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് സ്വാഭാവികമായിട്ടും നമ്മുടെ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട്, ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട് രൂപപ്പെട്ട ദേശീയ പ്രസ്ഥാനങ്ങൾ ഏതെല്ലാം, അല്ലെങ്കിൽ സംഘടനകൾ ഏതെല്ലാം, നവോത്ഥാന നായകന്മാർ ഏതെല്ലാം, അല്ലെ? ആ ഒരു രീതിയിലുള്ള ചോദ്യങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് പ്രിലിംസിന് കണ്ടുവരുന്നുണ്ട്. അതെന്ത് ചെയ്യണം, വളരെ ക്ലിയർ ആയിട്ട് പഠിക്കണം. എന്ത് ചെയ്യണം, ഈ ഒരു ഏരിയ പഠിക്കാനായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, SCERTയുടെ സഹായം തേടാം. ഈ മാറ്റം വന്ന പുതിയ SCERT ഉണ്ടല്ലോ, അതിൽ നിന്ന് നിരവധി ചോദ്യങ്ങളാണ് ഈ കഴിഞ്ഞ ഒരുപാട് എക്സാമുകളിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നത്. അപ്പോൾ മാറ്റം വന്ന SCERTയിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ടോപ്പിക് ദേശീയ പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്, അല്ലെ ദേശീയ സംഘടനകൾ, അല്ലെ സംഘടനകൾ, നവോത്ഥാന നായകന്മാർ എന്ന് പറയുന്ന ടോപ്പിക്കുകൾ, ഈ ദേശീയ പ്രസ്ഥാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക്കുകൾ നിങ്ങൾക്ക് SCERTയുടെ സഹായത്തോടു കൂടി, അല്ലെങ്കിൽ മേജർ സോഴ്സ് SCERT ആയിട്ട് കണക്കാക്കുക. കാരണം SCERTയിൽ നിന്ന് ഈ ഒരു ഏരിയയിൽ നിന്ന് ധാരാളം ചോദ്യങ്ങൾ വരുന്നതാണ്. അടുത്ത നോക്കിക്കൊള്ളുക, ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള സവിശേഷതകൾ, അതിർത്തികൾ, അല്ലെ? ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള സവിശേഷതകളും അതിർത്തികളും ഇതും, അല്ലെ, ഇന്ത്യയുടെ വിസ്തീർണമാണ് എങ്കിലും ഇന്ത്യയുടെ സ്ഥാനമാണ് എങ്കിലും, അല്ലെ, അതേപോലുള്ള കാര്യങ്ങൾ വളരെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. അതിന്റെ അതിർത്തികള്, മലനിരകള്, അല്ലെ? ആ ഇന്ത്യൻ ഭൂമിശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഇൻഡെപ്തിലുള്ള ഒരു പഠനം തന്നെ നമുക്ക് ആവശ്യമാണ്. കാരണം സ്റ്റേറ്റ്മെന്റ് ഉൾപ്പെടെയുള്ള ചോദ്യങ്ങൾ ഈ ഒരു ഏരിയയിൽ നിന്ന് വരുന്നതാണ്, അല്ലെ? മണ്ണിനങ്ങളാണ് എങ്കിലും അവിടെ കാറ്റുകളുടെ പ്രത്യേകതകളാണ് എങ്കിലും അങ്ങനെയായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, ഒരുപാട് ചോദ്യങ്ങൾ ഇവിടെ ഇന്ത്യൻ ഭൂമിശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. സോ അത് വളരെ ക്ലിയർ ആയിട്ട് തന്നെ ആദ്യം തന്നെ പഠിച്ചു തീർക്കേണ്ട ടോപ്പിക്കാണ്. അടുത്താണ് മനുഷ്യാവകാശ കമ്മീഷനും വിവരാവകാശ കമ്മീഷനുകളും. തീർച്ചയായിട്ടും പ്രിലിംസിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഉദ്യോഗാർത്ഥി ഒഴിച്ചു കൂടാൻ സാധിക്കാത്ത ഒരു ടോപ്പിക്കാണ് ഈ പറയുന്ന മനുഷ്യാവകാശ കമ്മീഷനും വിവരാവകാശ കമ്മീഷനും. കാരണം സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങൾ നമ്മൾ ഈ പറയുന്ന പ്രിലിംസിൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ, പലരും വിട്ടുകളയുന്ന ഒരു ഏരിയയാണ് ഈ പറയുന്ന മനുഷ്യാവകാശ വിവരാവകാശ കമ്മീഷനുകൾ. ഇതിൽ നിന്ന് വളരെ സിമ്പിൾ ആയിട്ടുള്ള സെക്ഷനുകൾ മുതൽ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങൾ വരെ ഈ ഒരു ഏരിയയിൽ നിന്ന് വരുന്നുണ്ട്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ഈ രണ്ട് കമ്മീഷനുകൾ, ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കമ്മീഷനുകൾ, മനുഷ്യാവകാശ കമ്മീഷനും വിവരാവകാശ കമ്മീഷനും വളരെ ക്ലിയർ ആയിട്ട് അതിന്റെ ഇയർ ചോദിക്കാറുണ്ട്, അതിന്റെ സെക്ഷൻസ് ചോദിക്കാറുണ്ട്, അല്ലെ? പൊതുവായിട്ടുള്ള ഒഴിവാക്കലുകളെ കുറിച്ച് ചോദിക്കാറുണ്ട്. അങ്ങനെ വളരെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഈ പറയുന്ന മനുഷ്യാവകാശ കമ്മീഷനും വിവരാവകാശ കമ്മീഷനും. അപ്പൊ ആദ്യം തന്നെ ഈ ഒരു ടോപ്പിക്ക് വളരെ ക്ലിയർ ആയിട്ട് പഠിച്ചു തീർക്കേണ്ടതാണ്. അടുത്തതെന്ന് പറയുമ്പോൾ കേരളത്തിലെ ആദ്യകാല സമരങ്ങൾ, നമ്മുടെ കേരള ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന ആദ്യകാല സമരങ്ങൾ, അത് നിങ്ങൾക്ക്
ഈ മാറ്റം വന്ന SCRT സഹായത്തോടു കൂടി പഠിക്കാം. കാരണം ഈ SCRTയിൽ നിന്ന് നിരവധി ചോദ്യങ്ങൾ ഈ കഴിഞ്ഞ എക്സാമിലാണെങ്കിൽ പഴശ്ശി വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണെങ്കിലും അല്ലെ കുറിച്യ ലഹളയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. അതൊക്കെ എന്താണ് ഈ പറഞ്ഞ SCRTയിൽ നിന്ന് വന്ന ചോദ്യങ്ങളാണ്. ഇപ്പൊ കേരളത്തിലെ ആദ്യകാല സമരങ്ങൾ ഏതെല്ലാം അല്ലെ, ഈ കേരളത്തിലെ ആദ്യകാല സമരങ്ങൾ, ആ സമരങ്ങളെല്ലാം വളരെ ക്ലിയർ ആയിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചു തീർക്കണം. അത് ഇയർ വൈസ്, അതിന്റെ ഇയർ എപ്പോഴാണ് അല്ലെ, ആ സമരം നടന്ന ജില്ല, ആ സമരം എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കും. ഈ ഹിസ്റ്ററി പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ മറന്നു പോകാനുള്ള സാധ്യതകളുണ്ട് അല്ലെ. ഇയറുകളാണെങ്കിലും സംഭവങ്ങളാണെങ്കിലും അല്ലെ അത് നയിച്ച നേതാക്കന്മാരുടെ പേരുകളാണെങ്കിലും പലപ്പോഴും നമ്മൾ മറന്നു പോകാറുണ്ട്. അപ്പൊ അത് മറന്നു പോകാതിരിക്കാൻ റിപ്പീറ്റഡ് ആയിട്ടുള്ള നിരന്തരമായിട്ടുള്ള ഒരു വായന നമുക്ക് ആവശ്യമാണ്. അത്തരത്തിൽ നിരന്തരമായിട്ടുള്ള വായന ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇവിടെ നിന്നുള്ള മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഒരു വട്ടം വായിച്ചിട്ടാണ് നമ്മൾ എക്സാമിന് പോകുന്നതെങ്കിൽ നമുക്കറിയാം നമ്മൾ വായിച്ച കാര്യങ്ങൾ നമ്മുടെ ഓർമ്മയിലുണ്ട്, പക്ഷെ ഓപ്ഷൻസ് കാണുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആയിരിക്കും. അപ്പൊ അത്തരത്തില് നല്ലൊരു നിരന്തരമായിട്ടുള്ള റിവിഷൻ എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ആ റിവിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതേപോലുള്ള ഏരിയാസിൽ നിന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അടുത്ത നോക്കാം, കേരളത്തിലെ നവോത്ഥാന നായകന്മാർ അല്ലെ. കേരളത്തിലെ നവോത്ഥാന നായകന്മാർ, അവരുടെ പ്രത്യേകതകൾ, അവരുടെ ജന്മസ്ഥലങ്ങള്, അവർ നയിച്ച ജാഥകള്, അതെല്ലാം റിപ്പീറ്റഡ് ആയിട്ട് പ്രിലിംസിന് ചോദിക്കുന്നതാണ്. അതെല്ലാം എന്ത് ചെയ്യണം, വളരെ ക്ലിയർ ആയിട്ട് ആദ്യം തന്നെ പഠിച്ചു തീർക്കുന്ന ടോപ്പിക്കാണ്. പിന്നീട് കേരളത്തിലെ നദികള്, കായലുകള്, വന്യജീവി സങ്കേതങ്ങൾ. കേരള ജോഗ്രഫിയുമായിട്ട് ബന്ധപ്പെട്ട് നദികള്, കായലുകള്, വന്യജീവി സങ്കേതങ്ങൾ, അതെല്ലാം വളരെ സിമ്പിൾ ആയിട്ട് അല്ലെ. കിഴക്കോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം, അതേപോലെ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം, അതേപോലെ വന്യജീവി സങ്കേതങ്ങളുടെ പ്രത്യേകതകള് അല്ലെ, കായലുകളുടെ എണ്ണം, അങ്ങനെയുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങൾ മുതൽ അതിൽ നിന്ന് സ്റ്റേറ്റ്മെന്റ്, ഈ പറയുന്ന നദികളുമായിട്ട് ബന്ധപ്പെട്ട് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങൾ തന്നെ വരുന്നതാണ്. അപ്പൊ അതെന്ത് ചെയ്യണം, വളരെ ഇൻഡെപ്ത് ആയിട്ട് തന്നെ പഠിച്ചു തീർക്കേണ്ട ഒന്നാണ് കേരള ജോഗ്രഫി എന്ന് പറയുന്നത്. ആദ്യം തന്നെ പഠിച്ചു തീർക്കേണ്ട ഒന്നാണ് കേരള ജോഗ്രഫി. ആ കേരള ജോഗ്രഫിയിൽ ആദ്യം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട നദികള്, അതേപോലെ കായലുകൾ, വന്യജീവി സങ്കേതങ്ങളാണ്. വന്യജീവി സങ്കേതങ്ങളിന് തീർച്ചയായിട്ടും നമുക്ക് ചോദിക്കാവുന്ന അല്ലെങ്കിൽ ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങൾ വരുന്ന ഒരു ടോപ്പിക്കാണ് വന്യജീവി സങ്കേതങ്ങൾ എന്ന് പറയുന്നത്. അടുത്ത നോക്കിക്കൊള്ളുക, സയൻസിൽ നിന്നാണെങ്കിൽ എന്താണ്, ജീവകങ്ങളും അപര്യാപ്ത രോഗങ്ങളും. റിപ്പീറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ആ ഒരു ഏരിയയിൽ നിന്ന് ചോദ്യം തീർച്ചയായിട്ടും വരും അല്ലെ. വിറ്റാമിൻസ്, അതിന്റെ അപര്യാപ്ത രോഗങ്ങൾ, അതിൽ നിന്ന് സ്റ്റേറ്റ്മെന്റ് ഉൾപ്പെടെയുള്ള ചോദ്യങ്ങൾ അല്ലെങ്കിൽ അതിന്റെ ശാസ്ത്രീയ നാമങ്ങൾ വരെ ഈ ഒരു ഏരിയയിൽ നിന്ന് ചോദ്യങ്ങൾ വരുന്നതാണ്. അതേപോലെ തന്നെ എന്താണ്, കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ. കേരളത്തിൽ നടക്കുന്ന ഒരുപാട് ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും ചോദ്യം ചോദിക്കുന്നതാണ്. അത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ മുതൽ പുതിയ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വരെ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് വരും. അപ്പൊ അതെന്ത് ചെയ്യണം, പഠിച്ചു തീർക്കേണ്ടതാണ്. അപ്പൊ പ്രിലിംസിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഉദ്യോഗാർത്ഥി അല്ലെ, BOSCO പോലുള്ള എക്സാം ക്രാക്ക് ചെയ്യണമെന്ന് ആഗ്രഹിച്ച് പ്രിലിംസിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഉദ്യോഗാർത്ഥി ഏറ്റവും ആദ്യം പഠിച്ചു തീർക്കേണ്ട പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ് ഇവ എന്ന് പറയുന്നത്. കാരണം ഇവയിൽ നിന്ന് തീർച്ചയായിട്ടും ചോദ്യം വരുന്നതാണ്. നമ്മൾ സിലബസിലെ മാർക്ക് സ്കോറിംഗ് ഏരിയാസ് ആദ്യം പഠിച്ചു തീർക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അല്ലെ. ഇപ്പൊ തീർച്ചയായിട്ടും ഈ പറയുന്ന 3, 6, 7, 8, 9, 10 ടോപ്പിക്കുകൾ അല്ലെ, തീർച്ചയായിട്ടും ഈ പറയുന്ന 10 ടോപ്പിക്കുകളാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ആദ്യം പഠിച്ചു തീർക്കേണ്ടത്. ഈ 10 ടോപ്പിക്കുകൾ പഠിച്ചു തീർത്ത ശേഷം മറ്റു ടോപ്പിക്കുകൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം ഈ ടോപ്പിക്കിൽ നിന്ന് റിപ്പീറ്റഡ് ആയിട്ട് ചോദ്യങ്ങൾ വരുന്നതാണ്. അപ്പൊ മറ്റൊരു സെക്ഷനുമായിട്ട് അല്ലെങ്കിൽ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും വരാം. ആ ഒരു വീഡിയോയിൽ അടുത്ത പ്രിലിംസിന് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥി പ്രിപ്പയർ ചെയ്യേണ്ട അല്ലെങ്കിൽ ആദ്യം പഠിച്ചു തീർക്കേണ്ട മറ്റു പ്രധാനപ്പെട്ട 10 ടോപ്പിക്കുകളുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം. അതിന് മുന്നോടിയായിട്ട് നമുക്ക് പറയട്ടെ, നമുക്കറിയാം കമ്പനി ബോർഡ് LGS എന്ന് പറയുന്ന എക്സാം അല്ലെ. ഇപ്പൊ ഈ ഒരു വർഷം എന്ന് പറഞ്ഞാൽ 2026 എന്ന് പറഞ്ഞ ഒരുപാട് അവസരങ്ങളാണ് നമ്മളെ കാത്തിരിക്കുന്നത്. ഈ പറയുന്ന VFA വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ആണെങ്കിലും ഫോഴ്സിലേക്ക് ഒരുപാട് എക്സാമുകൾ വിളിച്ചിട്ടുണ്ട് അല്ലെ. അത് CPO സിവിൽ എക്സൈസ് ഓഫീസർ അല്ലെ, അതേപോലെ ഡ്രൈവർ എക്സാമുകൾ നോക്കുന്ന ടെക്നിക്കൽ PSCയുമായിട്ട് ബന്ധപ്പെട്ട എക്സാമുകൾ വിളിച്ചിട്ടുണ്ട്. അതേപോലെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, കമ്പനി ബോർഡ് LGS തുടങ്ങിയ എക്സാമുകൾ, അതേപോലെ തന്നെ നമ്മുടെ BOSCO LD VFA തുടങ്ങിയ ഒരുപാട് എക്സാമുകൾ, ഒരുപാട് അവസരങ്ങൾ വരുന്ന ഒരു വർഷമാണ് 2026 എന്ന് പറയുന്നത്. ഈ ഒരു വർഷത്തില് ഏറ്റവും കൂടുതൽ നിയമനം നടക്കുന്ന പോസ്റ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ LGS എന്ന് പറയുന്ന പോസ്റ്റ് തന്നെയാണ് അല്ലെ. LGSന്റെ ഈ ഒരു LGSന്റെ കമ്പനി ബോർഡ് LGSന്റെ പ്രത്യേകത ഡിഗ്രിക്കാർക്ക് വരെ എഴുതാൻ സാധിക്കുന്ന ഒരു LGS എക്സാം ആണ്. അപ്പോൾ തീർച്ചയായിട്ടും LGS കമ്പനി ബോർഡ് LGSന്റെ കട്ട് ഓഫ് വളരെ ഹൈ ആയിരിക്കും. പക്ഷേ ഏറ്റവും കൂടുതൽ ഏകദേശം 2000-2500ഓളം നിയമനങ്ങൾ നടക്കുന്ന ഒരു പോസ്റ്റാണ് കമ്പനി ബോർഡ് LGS എന്ന് പറയുന്നത്. അപ്പോൾ കമ്പനി ബോർഡ് LGS എന്ന് പറയുന്ന എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികളാണ് നിങ്ങൾ അല്ലെ. 7th ക്വാളിഫൈഡ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥിയാണ് നിങ്ങൾ. ഡിഗ്രി ഉണ്ടെങ്കിൽ പോലും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന
LGS എക്സാം ആണ് കമ്പനി ബോർഡ് LGS എന്ന് പറയുന്നത്. അപ്പോൾ ഓൾറെഡി അപ്ലൈ ചെയ്തു, പഠനം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങളെ സഹായിക്കാനായിട്ടാണ് ഞങ്ങളുടെ ഏറ്റവും പുതിയ കമ്പനി ബോർഡ് LGSന്റെ ബാച്ച് എന്ന് പറയുന്നത് അല്ലെ. മെന്റർഷിപ്പ്, വീക്ക്ലി എക്സാമുകൾ, ലൈവ് സെക്ഷനുകൾ, കംപ്ലീറ്റ്ലി റെക്കോർഡഡ് ക്ലാസ്സുകൾ കണ്ട് കമ്പനി ബോർഡ് LGSന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഏറ്റവും പുതിയ കമ്പനി ബോർഡ് LGS ബാച്ചിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ ബാച്ചിനെ കുറിച്ച് കൂടുതൽ അറിയാനും ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനുമായിട്ട് താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കണക്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.